ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഇരുതലവാൾ ദൈവവചനം, ഹീബ്രു 4:12. ഇന്ന് നമ്മൾ വെളിപാടിന്റെ പുസ്തകം അധ്യായം 1:11 മുതലുള്ള തിരുവചനങ്ങൾ. എല്ലാവരും വിശുദ്ധ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചുംബിച്ച് നമ്മൾ വായിക്കുകയാണ്. ഒരു വലിയ സ്വരം, കാഹളത്തിൻ്റേത് പോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫെസൂസ്, സ്മിർന, പെർഗമോസ്, തിയത്തീറ, സാർദീസ്, ഫിലഡൽഫിയ, ലവോദീക്ക എന്നീ 7 സ്ഥലങ്ങളിലെ സഭകൾക്ക് അയച്ചു കൊടുക്കുക. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനേതുപോലുള്ള ഒരുവൻ. അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അവന്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം. നയനങ്ങൾ തീജ്വാല പോലെ. പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ. സ്വരം പെരും വെള്ളത്തിൻ്റെ പോലെ. അവന്റെ വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങൾ. വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ. നമ്മുടെ ഹെഡിങ് തന്നെ ഇത് തന്നെയാണ്, ഇരുതലവാൾ. വദനം പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായി. അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത് കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും, ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവനുമായ നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക. എൻ്റെ വലത്ത് കൈയിൽ നീ കാണുന്ന 7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണ്ണ ദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ്. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരുടെയും 7 ദീപപീഠങ്ങൾ 7 സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, വെളിപാടിന്റെ പുസ്തകത്തിലെ നമ്മൾ പാത്മോസ് ദ്വീപിൽ തടവിൽ ഏകാന്തതയിൽ യേശുവിനെ കുറിച്ച് മാത്രം ധ്യാനിച്ച് കഴിയുന്ന നമ്മുടെ യോഹന്നാൻ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കുന്നു. കാഹളധ്വനി പോലുള്ള സ്വരം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സ്വർഗീയ ദർശനം ലഭിക്കുന്നു. തന്നെയുമല്ല, അദ്ദേഹം മരിച്ചവനെ പോലെയായി. മരിച്ചവന് ഇനി യാതൊന്നുമില്ല. മരിച്ചു. ഇനി അവന്റെ ഇഷ്ടം നടക്കില്ല. മറ്റുള്ളവരാണ് അവനെ കൈകാര്യം ചെയ്യുന്നത്. മരിച്ചവനെ പോലെയായി നമ്മൾ സാഷ്ടാംഗ പ്രണാമം ചെയ്തു കിടക്കുന്ന യോഹന്നാൻ, സർവവും നീ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കിനി ഒന്നുമില്ല, ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്തു കിടക്കുന്ന യോഹന്നാന്റെ ശിരസിൽ മൃദുവായി ഒരു വലത് കരം വന്ന് വീഴുകയാണ്. അത് മറ്റാരുടെയുമല്ല, യേശു ക്രിസ്തു വലത് കരം വെച്ചുകൊണ്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ ആദിയും അന്തവുമാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, നീ ഭയപ്പെടേണ്ട എന്ന്. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവിടുത്തെ വലത് കരം, അനുഗ്രഹിക്കപ്പെട്ട കരം, മുറിപ്പാടുള്ള കരം, മുറിവുകൾ സ്വീകരിച്ച ആ കരം, ആശ്വസിപ്പിക്കുന്ന കരം, അനുഗ്രഹിക്കുന്ന കരം, നമ്മളെ ഉയർത്തുന്ന ആ കരം നമ്മുടെ ശിരസിൽ വെക്കണമെങ്കിൽ നാം നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് അവിടുത്തെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് സർവവും സമർപ്പിക്കുന്ന ആ നിമിഷമാണ്. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിന് ശേഷം സർവവും യേശുവിൻ്റെ കാൽപാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാം സമർപ്പിക്കുന്നു. ഇനി എനിക്കൊരു ഇഷ്ടം എൻ്റേതായതില്ല, സർവവും സമർപ്പിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പിന്നീട് എല്ലാം ആ യേശു ക്രിസ്തുവിൻ്റെ ആ സ്വർഗീയ ദർശനത്തിൻ്റെ പ്രത്യേകതകളാണ് അതിൽ മുഴുവൻ. 7 ദീപപീഠങ്ങളുടെ നടുവിൽ 7 വിളക്കുകൾ, 7 തിരിയിട്ട 49, 7 × 7 49 തിരികൾ. അതിൻ്റെ നടുക്കിലാണ് യേശു ക്രിസ്തു നിൽക്കുന്നത്. മാറോടടിച്ച് സ്വർണത്തിൻ്റെ ഇടക്കച്ച നമുക്കറിയാം. ബാക്കി നമ്മൾ എല്ലാം അതിൽ 7 നക്ഷത്രങ്ങൾ, 7 ദൂതന്മാർക്ക് എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മൾ നാളെ 7 സഭകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ സഭയും എന്നോടാണ് സംസാരിക്കുന്നത്, എൻ്റെ കുടുംബത്തോടാണ്, എൻ്റെ ആശ്രമത്തോട്, വ്യക്തിപരമായ എൻ്റെ സമർപ്പിത ജീവിതത്തോട് സംസാരിക്കുകയാണ്. നാളെ എപ്പിസോഡ് 5 കാത്തിരിക്കുക. ഇതുവരെ ഇട്ട എല്ലാ എപ്പിസോഡുകളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാർമൽ റൂഹ മിനിസ്ട്രി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് അതിലെ ചാനലിൽ വരുന്നതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് ദൈവരാജ്യ വിപുലീകരണത്തിൽ പങ്കുകാരാകുക. ആമേൻ.